നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ഇടവകയിൽ വരുവാൻ സാധിച്ചത് ദൈവത്തിന്റെ കൃപ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട ഡോക്ടർ ടി സെക്രട്ടറി അച്ഛൻ, ഡോക്ടർ തേജസ്, ഇടവ ഭാരവാഹികൾ, ദേശാന സമിതി അംഗങ്ങൾ, മാതാപിതാക്കൾ, യുവജന സംഖ്യാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരങ്ങളെ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഈ അതിപരിശുദ്ധമായ മണ്ണിൽ ഏതൊരു പട്ടക്കാരനും ആഗ്രഹിക്കുന്ന ഒരു ഇടവക, ഈ ഇടവകയിൽ വരുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് സാധു കൊച്ചുവിന്റെ വിദേശിയുടെ ഈ മണ്ണ്, ഈ മണ്ണിൽ ശുശ്രൂഷ ചെയ്യുവാൻ സർവശക്തനായ ദൈവമാണ് ഭാഗ്യം നൽകി. എനിക്കിവിടെ പോരുമ്പോൾ ഈ ഇടവകയാണ് കൽപ്പന വന്നപ്പോൾ വലിയൊരു ഇടവകയാണല്ലോ എന്നുള്ളതായ ഒരു പേര് ഞാൻ ആദ്യം പ്രവർത്തിച്ച മേഖലകളിൽ നിന്ന് ഇപ്പോൾ എനിക്ക് കിട്ടിയതായ വാക്ക്, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത് എന്ന് ഞാൻ എന്നോട് കൽപ്പിച്ചു. ഈ വാക്കുകളാണ് എനിക്ക് ധൈര്യമായി തീർന്നത്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ച നൽകിയ ദൈവത്തിന് ഞാൻ നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങളുടെ നിർണായകമായ കാലഘട്ടങ്ങളിൽ ഈ ഇടവക ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ ലഭിച്ച ഈ അവസരം വളരെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ദൈവത്തിന് നന്ദി കരയട്ടെ. എന്റെ പഠിത്ത ശുശ്രൂഷയിൽ ആദ്യ 5 വർഷം മനസാപുരം മിഷനിലായി, അടുത്ത 6 വർഷം ഹരിപ്പാട് കാവൽ, പിന്നീട് 3 വർഷം US-ലുള്ള 2 ഇടവകൾ, പിന്നെ 1 വർഷം കുന്നംകുളത്തുള്ള ഒരു സ്ഥാപനം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അടിസ്ഥാനപരമായി ഒരു പള്ളിയിലും സൺഡേ സ്കൂളും പഠിക്കുവാനും ഒന്നും സാഹചര്യമില്ലാത്ത ഒരു പരിതാപകരമായ അവസ്ഥ. ഇവിടെയെല്ലാം ഞങ്ങൾ പോയിടത്തെല്ലാം ഞങ്ങൾക്ക് 2 പള്ളികളാണ്. മനസ്സാവരത്തിൽ എനിക്ക് 11 പള്ളികൾ. കാവലിൽ വന്നപ്പോൾ ആദ്യത്തെ 3 വർഷം 2 പള്ളി, പിന്നത്തെ 3 വർഷം 2 പള്ളി, അങ്ങനെ ഉള്ളതായ അനുഭവം. അമേരിക്കയിൽ ചെന്നപ്പോഴും അതുപോലെ തന്നെ. സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം ഒന്നും ശരിയായി കൊണ്ടുപോകുവാൻ ഇതുവരെ അവരെ സാധിച്ചില്ല. എന്നാൽ ഈ ഇടവകയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ശരിക്കും മോൾഡ് ചെയ്തു. സൺഡേ സ്കൂളില്, കൊയറില്, ആരാധനയില് എല്ലാം അവരെ നല്ലവണ്ണം പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ സാധിച്ചു. മാനുവലാണെങ്കിൽ സൺഡേ സ്കൂളിലൊക്കെ 3 പേരും അവര് പാട്ടുകളൊക്കെ പാടുവാനും പ്രൈസുകളൊക്കെ ലഭിക്കുവാനും സാധിച്ചു. മാനുവലിലാണെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ച സെൻട്രൽ സൺഡേ സ്കൂളിന്റെ മത്സരത്തിൽ അവരുടെ ഗ്രൂപ്പിൽ 1ാം സ്ഥാനം ലഭിച്ചു. അതെല്ലാം ഈ ഇടവകയുടെ ഒരു മേന്മയായി കരുതുന്നു. കൊയറും അതുപോലെ തന്നെയാണ്. ഞങ്ങൾ മനുഷ്യൻ വീടിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അറിയാമല്ലോ, കൊയറിൽ പാടുമെങ്കിലും DSMC രജിസ്റ്റേർഡുള്ള കൊയറുകളൊന്നുമല്ല. എന്നാൽ ഇവിടെ വന്നു ഈ കൊയറിലെ എണ്ണമായി തീരുമാനമായിട്ട് സാധിച്ചു. അവിടെയും ദൈവം ഉയർത്തി. DSMCയിൽ പോയി പാടി DSMCയുടെ 3 വർഷത്തേക്കുള്ള കൊയറിൽ 1ാം റാങ്ക് കരസ്ഥമാക്കുവാനായിട്ട് സാധിച്ചു. ദൈവത്തിന്റെ വലിയ കൃപ. അതാണ് ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥനയുള്ള ഇടവക, പ്രാർത്ഥിക്കുന്ന സമൂഹം. ഈ ഇടവകയിൽ വന്നപ്പോൾ തന്നെ ഞങ്ങളെ വളരെ ഹൃദയമായി നിങ്ങളെല്ലാവരും സ്വീകരിച്ചു. ഈ ഇടവക പട്ടക്കാരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ഇടവകയാണ്. പട്ടക്കാരെ നിങ്ങളോട് അച്ഛൻ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുന്ന ഒരു ഇടവക, ഞങ്ങളാക്കി മാറ്റിയ ഇടവക. ഞാൻ പറഞ്ഞല്ലോ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവിടുത്തെ ഇടവകയും സംഘടനകളുമാണ് ഇന്നത്തെ ഈ നിലയിൽ എന്നെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളെയും ഞങ്ങളാക്കി മാറ്റിയത്. ഒരു അനുഭവം ഞാൻ ഇവിടുത്തെ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ മാറുവൽ ഒരിക്കൽ മാലക്കര ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇവിടെ സെക്രട്ടറിയാച്ചനും ഭാര്യമാരും ഒക്കെ അവിടെ കാണുവാനായിട്ട് വന്നു. എന്നാൽ അന്ന് വൈകിട്ട് 6 മണിയായപ്പോൾ
നമ്മുടെ ഇടവകയിലെ ഒരു 40ഓളം യുവജനങ്ങൾ എല്ലാവരും കൂടെ ആ ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലുകാർ പെട്ടെന്ന് പേടിച്ചു പോകും. എല്ലാം സ്ട്രൈക്കിന് വല്ല വന്നതാണ്. ഇത്രയും പേര് അവർ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ട്. മാറുവല്ല ആശുപത്രിയിലാണെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കാണാം. അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ കണ്ണ് അറിഞ്ഞു പോയി. കാരണം ഇവരുടെ ആ ഒരു സ്നേഹം ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന, അവര് വന്ന് ആ റൂമിൽ വന്ന് അതിനോടൊപ്പം ചേർന്ന് ഞങ്ങൾ പാട്ട് പാടുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ ലഭിച്ച ഒരു അവസരം. അവരുടെ സ്നേഹം, കരുതൽ. ഞങ്ങളുടെ അച്ഛന്റെ കുഞ്ഞിന്, അതാണ് ഞാൻ പറഞ്ഞ അത്രയ്ക്ക് പട്ടക്കാരോട് കരുതുന്ന ഒരു ഇടവക. എന്റെ പട്ടത്താർ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആസ്വദിച്ച് ശുശ്രൂഷ ചെയ്ത ഒരു ഇടവകയാണ്. കാരണം നോ ടെൻഷൻ. ഞാൻ വികാരിയല്ല, സിസ്റ്റർ വികാരി. ഇതുവരെ പ്രവർത്തിച്ച മേഖലയെല്ലാം ടെൻഷന്റെ മുകളിലാണ്. ഞാൻ 5 വർഷം നരസാപുരത്ത് എന്ന് പറയുമ്പോൾ ഒരു സ്കൂൾ ബസ് പോയിട്ട് മടങ്ങി വരുമ്പോൾ ഇപ്പോൾ അച്ഛൻ അനുഭവിക്കുന്ന ടെൻഷൻ. മടങ്ങി വരുന്നതും വരെ, പ്രത്യേകിച്ച് അവിടെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ചോദ്യവും പറച്ചിലൊന്നുമില്ല. അടി കഴിഞ്ഞ് കത്തിയും കഴിഞ്ഞ് ഉള്ള ബാക്കിക്കാർ ടെൻഷൻ. കാവലിലും അതുപോലെ. പിന്നെ മറ്റു ഇടവകയിൽ നിങ്ങൾക്ക് അറിയാവുന്ന വികാരി അനുഭവിക്കുന്നതായ ടെൻഷൻ. എനിക്ക് അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും ഇല്ലായിരുന്നു ഈ ഒരു വർഷം. പ്രാർത്ഥനയ്ക്ക് പോവുക, അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, വിസിറ്റിങ്ങിന് പോവുക, കൂതാശകൾ ഒക്കെ പങ്കെടുക്കുക, നടത്തുക. അത് വേണം. ഒത്തിരി എനിക്ക് കഴിവുകൾ ഒന്നുമുള്ള ആളല്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന കുറെ മനുഷ്യർ ഇവിടെയുണ്ട്. അച്ഛന്മാർക്ക് വേണ്ടി വളരെ ശക്തിയോടെ പ്രാർത്ഥിക്കുന്ന ഇടവക പള്ളി. അതുകൊണ്ട് ഇത്രയും ഓടുവാൻ ദൈവശക്തി തന്നത്. നിങ്ങളെല്ലാവരും പറഞ്ഞല്ലോ, ഞാൻ ഒത്തിരി ഇങ്ങനെ ഓടി നടന്ന ശുശ്രൂഷ, അതൊക്കെ ദൈവത്തിന്റെ കൃപ മാത്രം. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഓർപ്പിച്ചിരുന്നു, ആരുടെയെങ്കിലും വീട്ടിലൊക്കെ ഞാൻ വരാൻ ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞ് 2 പേര് അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു. ഞാൻ ചെങ്ങന്നൂരായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ധാരണ 99.9% ഞാൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആരുടെയെങ്കിലും വീടുണ്ടെങ്കിൽ ഇനിയും 2-3 ദിവസം കൂടെ കൊണ്ട് തീർച്ചയായിട്ടും സന്ദർശിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. സഭ അഭിമന്യ